നമസ്കാരം, എല്ലാവർക്കും ഫുഡ് സ്റ്റോപ്പിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ടൊമാറ്റോ കെച്ചപ്പാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 12 തക്കാളി, കുഞ്ഞു തക്കാളിയാണ് അതെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറുതാക്കി അരിഞ്ഞിട്ട് വരാം. ഞാനൊരു പാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു കുഞ്ഞ സവാളയുടെ 1/4 ഭാഗം അത് 4 മുറിച്ചത് ഇട്ട് കൊടുക്കുക. 1/4 ഭാഗം കേട്ടോ, ഒരു കുഞ്ഞ സവാളയുടെ 1/4 ഭാഗം, കൂടുതൽ ചേർക്കരുത്, രസം ഉണ്ടാവില്ല. പിന്നെ നമുക്ക് വേണ്ടത് 3 അല്ലി വെളുത്തുള്ളിയാണ്. അപ്പോൾ അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് സ്പൈസസ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു കഷ്ണം പട്ട, ഈ ഒരു പീസിൽ സിനമൺ സ്റ്റിക്ക് ചേർക്കുക. അതുകൂടെ തന്നെ 6 ഗ്രാമ്പും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ കെച്ചപ്പിൻ്റെ കളറിന് വേണ്ടിയിട്ട് ഒരു റെഡ് ഷെയ്ഡ് വേണ്ട. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 12 പീസ് ബീട്രൂട്ട്, ചെറിയ പീസാണ് കേട്ടോ, ഈ ഒരു സൈസിൽ പീസസ് 12 എണ്ണം എടുത്തിട്ടുണ്ട്. കൂടുതൽ ചേർക്കരുത്, ആ ഒരു പച്ച ചൊവ്വ നമുക്ക് വരും. അപ്പോൾ 12 പീസ് ചേർക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇത് നമുക്ക് നല്ലോണം കുക്ക് ചെയ്യണം. നമ്മൾ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല, ആ ടൊമാറ്റോയുടെ വെള്ളം തന്നെ ഉണ്ടാവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് മൂടി വെച്ചിട്ട് ഒരു 5 to 7 മിനിറ്റ്സ് അത്രയേ ഉള്ളൂ നമ്മുടെ കുക്കിംഗ് ടൈം. അപ്പോൾ ഇത് മൂടി വെക്കുക. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ചേർത്ത ആ സിനമൺ സ്റ്റിക്ക്, ആ പട്ടയും ഗ്രാമ്പും ഒക്കെ അതിൽ നിന്ന് നമുക്ക് റിമൂവ് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ തണുത്ത ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നല്ല പേസ്റ്റ് ആക്കിയിട്ട് അടിച്ചിട്ട് വരാം. അപ്പോൾ നല്ല പേസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് ഒരു വലിയ ഹോൾസ് ഉള്ള അരിപ്പ യൂസ് ചെയ്തിട്ട് അരിച്ചെടുക്കുക. നമ്മൾ അരിച്ചെടുക്കുമ്പോൾ ബാക്കി അരിപ്പയിൽ കിട്ടുന്നത് തക്കാളിയുടെ കുരും പിന്നെ ആ തൊലി മാത്രമാണ്. ബാക്കിയൊക്കെ നമുക്ക് ആ പൾപ്പിൻ്റെ കൂടെ കിട്ടും. ഇത് പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മുടെ കെച്ചപ്പിൻ്റെ കൺസിസ്റ്റൻസി ഇല്ലേ, ആ ഒരു തിക്ക് കൺസിസ്റ്റൻസി, അത് നമുക്ക് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ ഒരു പൾപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ പൾപ്പിലേക്ക് നമുക്ക് 3/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു സ്പൈസി ടച്ചിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്കിത് നല്ലോണം മിക്സ് ചെയ്യുക. ഇനി ഈ ഒരു റെസിപ്പിയിൽ നമ്മൾ വിനെഗർ ചേർക്കുന്നില്ല, വിനാഗിരി ഒട്ടും യൂസ് ചെയ്യുന്നില്ല. അതിന് പകരം ലെമൺ ജ്യൂസാണ്, നാരങ്ങ നീര്, 3 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു സോസ് നമുക്ക് 2 ആഴ്ചയോളം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഇതിൻ്റെ ഷെൽഫ് ലൈഫ് നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്ന അതനുസരിച്ചിരിക്കും. നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് അപ്പം തന്നെ ഫ്രിഡ്ജിലേക്ക് വെക്കുക. ഇത് നമ്മൾ പുറത്ത് കൂടുതൽ നേരം വെക്കുമ്പോഴാണ് ചീത്തായി പോകുന്നത്. ഈ ഒരു റെസിപ്പിയും കൊണ്ട് നമുക്ക് 1/2 കിലോ സോസ് കിട്ടും. വാട്ടർ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് ഇത് തിളച്ച് തുടങ്ങുമ്പോൾ പൊട്ടിത്തെറിക്കാൻ തുടങ്ങും. അപ്പോൾ സൂക്ഷിക്കുക. പിന്നെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് തിക്കാവുന്നത് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഈ സോസിൻ്റെ കൺസിസ്റ്റൻസി, നമ്മുടെ കെച്ചപ്പിൻ്റെ കൺസിസ്റ്റൻസി ശരിയായോ നോക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞുതരാം. ഇതിന് കുറച്ച് ഒരു ടീസ്പൂണോളം നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് നോക്കാം. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ആ പാത്രം സ്ലൈഡ് ചെയ്ത് നോക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒട്ടും ഒലിച്ച് വരണില്ലെങ്കിൽ, അവിടെ തന്നെ ഇങ്ങനെ സ്റ്റിക്കായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ കൺസിസ്റ്റൻസി റെഡി ആയിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ ഇതേപോലെയാണ് കെച്ചപ്പ് റെഡി ആയിട്ടുണ്ട്. ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് തണുക്കുമ്പോൾ സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സബ്സ്ക്രൈബിങ്. ടേക്ക് കെയർ. ബൈ ബൈ.